show it here. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് moisturizer. So this is minimalist moisturizer. My god, the packaging is like amazing package. Like look at the glossy texture of this. I'm tube ആണ് guys. അപ്പോൾ ഇതിൻ്റെ കുറച്ചുണ്ട്, ഇതിന് പുറത്ത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് കയ്യിലൊന്ന് ഇട്ടു. സ്ട്രോബെറിയുടെ മണം സൂപ്പർ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാം. ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജലി ആൻഡ് യു ആർ വാച്ചിങ് ടൈനി ടെയിൽസ് ബൈ അഞ്ജലി. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ നൈക്കയിൽ ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ സെറ്റിൽഡ് ആണ്. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഷോർട്ട് ഹോളിഡേക്ക് വെക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഇന്ത്യയിലാണ്. അപ്പോൾ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് പിങ്ക് ഫ്രൈഡേ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു നൈക്കയിൽ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ട കുറച്ച്, ഞാൻ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ വന്നപ്പോൾ എത്തി. സോ അതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അതിൽ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതെന്നൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമുക്കറിയാൻ പറ്റും, നമുക്ക് പുറത്തൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, നമ്മളൊരു കോസ്മെറ്റിക് ഒക്കെ നമ്മൾ അവിടുന്ന് വാങ്ങണമെങ്കിൽ ഇവിടുത്തെ 20 ടൈംസ് നമ്മളവിടെ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും റേറ്റ് കൊടുത്ത് അത്രയും സെയിം പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ ചീപ്പറായിട്ട് കിട്ടുമ്പോൾ അവിടെ നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ട് മേടിക്കേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. സോ ഞാൻ യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഒരു വെക്കേഷന് വരാറൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ നൈക്കയിലോ അല്ലെങ്കിൽ എനിക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ കയറി തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്യുക. ഞാൻ മോസ്റ്റ്ലി അവിടുന്ന് വാങ്ങൽ ഭയങ്കര കുറവാണ്, കോസ്മെറ്റിക്സ് ഐറ്റംസ് മെയിനായിട്ട്. ബിക്കോസ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, കോസ്മെറ്റിക്സ് ഒക്കെ ദുബായിലും യു എയിലൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ എപ്പോഴും നൈക്ക ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ, പിന്നെ ഞാൻ ഇത് കുറേ നാളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് ഞാൻ നയിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്രൊഡക്ട്സ് വാങ്ങാൻ. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഓർഡർ ചെയ്താലും ഡെലിവറി വിത്തിൻ 2 to 3 days ഒക്കെ നമുക്ക് കിട്ടും. ഞാനിപ്പം ഹൈദരാബാദിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഹൈദരാബാദിലേക്ക് ഓർഡർ ചെയ്താൽ പോലും വിത്തിൻ 2 to 3 days എനിക്ക് അവർ ഓർഡർ ഡെലിവർ ചെയ്യാറുണ്ട്. സോ ഭയങ്കര കംഫർട്ടബിൾ ആണ് അവരുടെ ഒരു സർവീസ് എനിക്ക്. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നൊരു കോസ്മെറ്റിക്സിന് വേണ്ടി ഞാൻ എപ്പോഴും റിലൈ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അത് നൈക്ക തന്നെയാണ്. സോ ഞാൻ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ ഇത്തവണ നൈക്കയിൽ പിങ്ക് ഫ്രൈഡേ സെയിലിന് ഞാൻ ഓർഡർ ചെയ്തത്. ഞാനൊരു ചെറിയ ടിപ്പ് തരാം. ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര അൺനെസസറി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ ഭയങ്കര ടെൻഡൻസി ആയിട്ട് നമുക്ക് കൂടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിഗർ ഔട്ട് ചെയ്യുക നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അനാവശ്യമായ സാധനങ്ങളൊന്നും കാട്ടിലെടുത്തിടത്തില്ല. ഇൻ കേസ് നമ്മളത് കാട്ടിലെടുത്തിട്ടാൽ തന്നെ നമ്മളത് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം, ഇത് നമുക്കിപ്പം വേണ്ട സാധനമാണോ, ഇതില്ലെങ്കിൽ ഇപ്പം നമുക്ക് ഓക്കെ ഫൈൻ, ഈവൻ ഇഫ് ദിസ് ഇസ് നോട്ട് ദെയർ ഐ ക്യാൻ ഗോ വിത്ത് ഇറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. സോ അങ്ങനെ ഒഴിവാക്കി ഞാൻ വാങ്ങിയതാണ് ഇത്രയും. ഇപ്പോൾ കാട്ടിൽ തന്നെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്, ഞാൻ അതൊക്കെ മാറ്റി പിന്നെയാണ് ഞാൻ ഇത്രയും ആക്കി ഫിൽട്ടർ ചെയ്ത് എടുത്തത്. ഇപ്പോൾ 1 by 1 ആണ്. എനിക്ക് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയത് ഈ ഒരു പ്രോഡക്റ്റിലാണ് ഗൈസ്. സോ ഇത് വന്നിട്ട് ലോറിയൽ പാരീസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ ഹെയർ സിറമാണ്. ഇതെനിക്ക് കുറേ നാളായിട്ട് ഞാൻ ലിവോണിൻ്റെ സിറമാണ് യൂസ് ചെയ്യാറ് റെഗുലറായിട്ട്. പക്ഷേ ഇത്തവണ എനിക്ക് ലോറിയലിൻ്റെ വാങ്ങി യൂസ് ചെയ്താൽ എന്തോ എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തപ്പം സൈസ് മാറിപ്പോയി ഗൈസ്. അപ്പം ചെറുതായിപ്പോയി. അടുത്തത് 30 ml ബോട്ടിലായിപ്പോയി ഞാൻ സെലക്ട് ചെയ്തത്. അത് ആക്ച്വലി ഞാൻ 100 ml അല്ലെങ്കിൽ 250 ml വാങ്ങാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തപ്പം 30 ml ആയിപ്പോയി. പക്ഷേ അതെനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നൊരു സംഭവമായിരുന്നു ഇത്. ബിക്കോസ് ഇത് ദുബായിലൊക്കെ ഉള്ളവർക്ക് അറിയാം, ഇത് നമ്മൾ വാങ്ങണമെങ്കിൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 45 to 50 dirhams ആണ് അവിടെ ഇതിന്. ഓഫറിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 35 to 40 dirhamsൽ കിട്ടുമായിരിക്കും. പക്ഷേ എങ്കിലും അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങുള്ളൂ എന്ന് ഞാൻ വാശി പിടിച്ച് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, എനിക്ക് ml ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, എന്നാലും ഞാൻ ഇത് യൂസ് ചെയ്യും. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയൊരു സിറമാണ്. നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. സെക്കൻഡ് വൺ ഞാൻ വാങ്ങിയത് എൻ്റെ എപ്പോഴത്തെയും ഫേവററ്റ് ഒരു ലിപ്സ്റ്റിക്കാണ്, നിക്സിൻ്റെ ലിപ്സ്റ്റിക്. സോ ഇതാണ് എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണിത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റാണിത്.
എന്താ പറയുക, ഒരു നാച്ചുറൽ ലുക്കാണ് എപ്പോഴും ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പം. ഞാൻ വാങ്ങിയിരിക്കുന്ന ഷെയ്ഡ് റോം എന്നുള്ള ഷെയ്ഡാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ് ബുഡാപെസ്റ്റ് ആണ്. അത് ഞാൻ ഫുൾ ഫിനിഷ് ചെയ്ത് ഞാൻ ഇങ്ങനെ അറ്റത്തു നിന്നൊക്കെ തോണ്ടി എടുത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ബിക്കോസ് ഇത് ഭയങ്കര ലൈറ്റാണ് ഈ ലിപ്സ്റ്റിക്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നല്ലൊരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു റോം എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ബിക്കോസ് ബുഡാപെസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് ആ കളർ എനിക്കിപ്പോൾ ബോറടിച്ചു തുടങ്ങി. അപ്പോൾ മൈ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇതിൻ്റെ ഷെയ്ഡ് അറിയണമെങ്കിൽ ഐ ജസ്റ്റ് ഷോ യു ദ ഷെയ്ഡ് ഓഫ് ദിസ്. സോ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ഇറ്റ്. ഐ ജസ്റ്റ് ഷോ ഇറ്റ് ഹിയർ. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഞാൻ വാങ്ങിയത് ഇതാണ് ലാക്മിയുടെ ഒരു ഫേസ് പൗഡർ. എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ലാക്മിയുടെ ഫേസ് പൗഡറിൻ്റെ വലിയൊരു ഫാനാണ്. ബിക്കോസ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൂസ് പൗഡറാണിത്. ബിക്കോസ് എൻ്റെ ഒരു ആക്നി ആൻഡ് ഓയിലി ടൈപ്പ് സ്കിന്നാണ്. ആ ടൈമിൽ തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്നൊരു ലൂസ് പൗഡറാണിത്. കോമ്പാക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് കോമ്പാക്റ്റ് യൂസ് ചെയ്യാൻ തോന്നുന്നില്ലാത്തൊരു ദിവസത്തെ നമുക്ക് ഈ ലൂസ് പൗഡർ യൂസ് ചെയ്യാം. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണിത്. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് തന്നെ നമുക്കൊരു പഫ് തരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് ഹോൾസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇഫ് യു ക്യാൻ സീ ദിസ്, യാ, അപ്പോൾ ഇതിനകത്തുനിന്നാണ് പ്രൊഡക്റ്റ് പുറത്ത് വരിക. നല്ലൊരു റോസ് വാട്ടറിൻ്റെ ഒരു സ്മെല്ലാണ് ഇതിന്. നെക്സ്റ്റ് വാങ്ങിയതൊരു മിനിമലിസ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതാണ് മോയ്സ്ചറൈസർ. സോ ദിസ് ഈസ് മിനിമലിസ്റ്റ് മോയ്സ്ചറൈസർ. ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിൻ എന്നുള്ളത് അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. മൈ സ്കിൻ, ഐ ഡിഡ്ന്റ് ഓപ്പൺ ദിസ് യെറ്റ്. അപ്പോൾ ലെറ്റ്സ് സീ. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. അടുത്ത പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത്, ഇത് ഞാൻ കുറേ വീഡിയോസ് കണ്ടതിന് ശേഷം ഓക്കെ ലെറ്റ് മീ ഓൾസോ ട്രൈ ദിസ് എന്നുള്ള രീതിക്ക് ഞാൻ വാങ്ങിയൊരു പ്രൊഡക്റ്റാണിത്. മൈ ഗോഡ്, ദ പാക്കേജിങ് ഈസ് ലൈക്ക് അമേസിങ് പാക്കേജ്. ലുക്ക് അറ്റ് ദ ഗ്ലോസി ടെക്സ്ചർ ഓഫ് ദിസ്. ഐ എം ഇൻ ലവ് വിത്ത് ദിസ്. സ്ട്രോപ്പ് ക്രീമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. സോ ദിസ് ഇസ് സ്ട്രോപ്പ് ക്രീം വിത്ത് ഷിയ ബട്ടർ ആൻഡ് ഹൈറലോണിക് ആസിഡ്. സോ ഇതാണ് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ് ഞാൻ വാങ്ങിയത്. അടുത്ത ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്നറിയോ, ഇതിൻ്റെ ആക്ച്വൽ ട്യൂബിൻ്റെ പാക്കേജിങ് കാണണം ഗൈസ്. ഇറ്റ്സ് അമേസിങ്. ഞാൻ കാണിച്ചു തരാം. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ക്യാൻ യു സീ ദിസ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഇങ്ങനെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസും ഞാൻ തരാമേ. ഞാനിതിപ്പം വാങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂവും ഞാൻ തരാം. സോ സ്റ്റേ ട്യൂൺഡ് ഇൻ മൈ ചാനൽ. സോ ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. ഇതാണ്. ഇറ്റ്സ് സോ ഗുഡ്. നമ്മളിങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. ഇറ്റ്സ് ലൈക്ക് എ ട്യൂബ്. ഓക്കെ, ഞാൻ വിചാരിച്ചു പമ്പാന്ന്, പക്ഷേ ഇത് ട്യൂബാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഓക്കെ കുറച്ചുണ്ട്, ഇതിൻ്റെ പുറത്ത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് കയ്യിലൊന്ന് ഇട്ടു. സ്മെല്ലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആൻഡ് ഐ തിങ്ക് ഇറ്റ് സൂട്ട്സ് മൈ സ്കിൻ ടൈപ്പ് ആസ് വെൽ. സോ ക്യാൻ യു സീ ദ ഗ്ലോസി തിങ്? ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. സോ ഇതാണ് സ്ട്രോപ്പ് ക്രീമിൻ്റെ ഒരു texture. Okay, anyways, I will try this and I'll let you know the review of this. അടുത്തത് വേറൊരു CC ക്രീമാണ് ഞാൻ എടുത്തത്. ദിസ് ഈസ് ലാക്മി 925 CC ക്രീം. ബേജ് എന്ന് പറഞ്ഞ ഷെയ്ഡിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്കറിയില്ല, ഇതിൽ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി ബിക്കോസ് ഞാൻ ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഒരു ഒറിജിനൽ ഷെയ്ഡാണ് സെൻഡ് ചെയ്തിരിക്കുന്നത്, ബേജ് ആണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ നോക്കട്ടെ, ഞാൻ ചിലപ്പം ഫൗണ്ടേഷനെല്ലാം മിക്സ് ചെയ്തിട്ടായിരിക്കും ഇടുക. ബിക്കോസ് ചിലപ്പോൾ ലൈറ്റർ ആയിരിക്കാം. അതൊരു ചെറിയ പേടിയുണ്ട് എനിക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ആൻഡ് ഇത് ഒട്ടുമിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. സോ യു ഡു ലെറ്റ് മീ നോ ഇഫ് ഐ ഹാവ് ടു റിവ്യൂ ദിസ് ഇസ് വെൽ. ഇതും എടുത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. ലാക്മി ലൂമി ക്രീം എന്നാണ് ഇതിൻ്റെ പേര്. സോ ദിസ് ഇസ് മോയ്സ്ചറൈസർ വിത്ത് ഹൈലൈറ്റർ. ദിസ് ഇസ് ഫോർ എ 3D ഗ്ലോ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ് ഇത് പറയുന്നത്. ഇതുവരെ പൊട്ടിച്ച് നോക്കിയില്ലായിരുന്നു. സോ ലെറ്റ് മീ ജസ്റ്റ് സീ ഹൗ ഇറ്റ് ഇസ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ട്യൂബ്. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. I'll just give you a review of this as well. ഇത് മോയ്സ്ചറൈസർ എന്നാണ് പറയുന്നത്. കുറച്ച് ക്യാപ്പിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് നോക്കും. ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നുണ്ട്. ഓയിലി സ്കിൻകാർക്കും യൂസ് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. ഓക്കെ, ഇത് നമ്മൾ പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർവ് ആവുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതൊരു ചെറിയൊരു ഹൈലൈറ്റർ ടിൻറ്റ് തരുന്നുണ്ട് ചെറുതായിട്ട്. സോ ഇറ്റ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ലൈറ്റിൽ അല്ലെങ്കിൽ വെയിലത്തൊക്കെ ഇറങ്ങുമ്പം ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്ലിറ്റർ വരും. അപ്പോൾ ഇറ്റ്സ് ഗുഡ്. ഞാൻ ഇതിൻ്റെയും റിവ്യൂ തരാം. സോ ദിസ് ഈസ് മൈ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇവിടെ വാങ്ങിക്കുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റാണ് നൈക്കയുടെ ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. മിനി ലിപ്സ്റ്റിക്. ഞാൻ നൈക്കയുടെ എപ്പോൾ വാങ്ങിയാലും മിനി ലിപ്സ്റ്റിക്സ് തന്നെയാണ് വാങ്ങാറ്. ബിക്കോസ് അതാണ് എനിക്ക് കറക്റ്റ് ഒരു സൈസ് എന്ന് പറയുന്നത്. ബിക്കോസ് വലിയ ലിപ്സ്റ്റിക് വാങ്ങിയാൽ എനിക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാനും പറ്റത്തില്ല. ലാസ്റ്റ് അത് കട്ടയായിട്ട് വേസ്റ്റാക്കി കളയാനാണ് ഞാൻ പതിവ്.
അപ്പം മാറ്റ് ടു ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്, മിനി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത്. ഷെയ്ഡ് ഇസ് ചായ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. വളരെ ടൈനിയാണ്. മിനി എന്ന് പറഞ്ഞാൽ ലിറ്ററലി മിനി ഒരു ലിപ്സ്റ്റിക് ആണ്. ഇറ്റ്സ് വെരി ലിറ്റിൽ. ആസ് യു കെൻ സി എൻ്റെ ഫിംഗറിന് അത്രയും പോലും ഇല്ല. എൻ്റെ ലിറ്റിൽ ഫിംഗറിൻ്റെ അത്രയും ഉണ്ട് എക്സാക്ട്ലി. ഇത് ഇറ്റ്സ് ലൈക്ക് മൈ ലിറ്റിൽ ഫിംഗർ ഓൺ ലിറ്റിൽ. ഓക്കെ. ഇപ്പം ലാസ്റ്റ് ടൈം ഒക്കെ ഞാൻ വാങ്ങിയത് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അല്ല, മദ്രാസ് കാപ്പിയാണ് ഞാൻ വാങ്ങിയത്. ഇത്തവണ ഞാൻ ചായ എടുത്തു. ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഷെയ്ഡ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. വാവ്, നല്ലൊരു ഷെയ്ഡാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. എനിക്ക് ഇങ്ങനത്തെ ബ്രൗൺ ന്യൂഡിഷ് ഷെയ്ഡ്സാണ് ഇഷ്ടം. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇസ് ഈ പ്രോഡക്റ്റ് ഇല്ലേ, ഇത് ഞാൻ വാങ്ങിയതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. പക്ഷേ ഇത് എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. ചിലപ്പം ഗിഫ്റ്റ് ആയിരിക്കാം. ബിക്കോസ് ഇത്ര എമൗണ്ടിന് മേളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് അവർ പറയുന്നുണ്ടായിരുന്നു. മേ ബി അങ്ങനെ കിട്ടിയതായിരിക്കും. സോ ദിസ് ഇസ് മാമ എർത്ത് വിറ്റാമിൻ സി ഫേസ് വാഷിൻ്റെ ഒരു മിനി വേർഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദിസ്. അടുത്തത് ഞാൻ വാങ്ങിയത് ഒരു മസ്കാരയാണ്. ഇത് ഞാൻ എപ്പോഴും വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മസ്കാരയാണിത്. മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഹൈപ്പർ കേൾ മസ്കാര. ഇത് ഞാൻ എപ്പോഴും വാഷബിൾ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ, എസ്പെഷ്യലി മസ്കാരസ്. ബിക്കോസ് നോൺ വാഷബിൾ എടുത്താൽ അത് പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ എനിക്കെന്തെങ്കിലും ഇങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് കളയാം എളുപ്പത്തിനുള്ള മസ്കാരാസ് ആണ് യൂസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഇത് ട്രൈ ഔട്ട് ചെയ്യാം. നല്ലൊരു പ്രോഡക്റ്റാണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയത് നൈക്കയുടെ ഞാൻ ഫൗണ്ടേഷൻ ഇതുവരെ, നൈക്കയുടെ സ്വന്തം ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത്തവണ അവരുടെ ഒരു ചെറിയൊരു സാമ്പിൾ പീസ് ഞാൻ വാങ്ങി. ജസ്റ്റ് വാം സാൻഡാണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ. സോ ഞാൻ 7 ml ഉള്ള കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും. ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കിതെൻ്റെ സ്കിൻ ടൈപ്പിന് മാച്ച് ആണോ. സീൽഡാണ്, ഇപ്പം ഞാൻ പൊട്ടിക്കുന്നില്ല. പിന്നെ ഒരു ദിവസം ഞാനിത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എൻ്റെ റിവ്യൂ വരയ്ക്കാം. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. തീരാറായി, ഇനി 1-2 സാധനങ്ങളും കൂടെ ഉള്ളൂ. ഇത് വന്നിട്ട് ലാക്മി ഫോറെവർ മാറ്റ്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തതല്ല. ന്യൂഡ് പിങ്ക് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. ഭാഗ്യം റെഡും അല്ലാതെ ഓറഞ്ചും ഒന്നും അവർ സെൻഡ് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ സെൻഡ് ചെയ്തുകൊണ്ട് താങ്ക് യു നൈക്ക. ഐ എം ലൈക്ക് താങ്ക്ഫുൾ ടു യു ഫോർ സെൻഡിങ്. ഇട്ടിരിക്കുന്നതും ഈ ഷെയ്ഡ് തന്നെയാണ്. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയത് എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് ആയ മോയ്സ്ചറൈസർ, ന്യൂട്രിഡേം മോയ്സ്ചറൈസർ. ഇത് ഞാൻ ഐ തിങ്ക് ദിസ് ഇസ് ദ 3rd year നൗ ഐ എം കണ്ടിന്യൂസ്ലി യൂസിങ് ദിസ് പ്രോഡക്റ്റ്. സോ റീയൂസ് ചെയ്യുന്ന ഒരേ ഒരു സാധനമാണ് ഇത്. എപ്പോഴും നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് പിന്നെ വേറൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനേ തോന്നാറില്ല. അത്രയ്ക്ക് അടിപൊളി ഒരു മോയ്സ്ചറൈസറാണിത്. ഇതിൻ്റെ വില പണ്ട് 800 rupees ഉള്ളായിരുന്നു. ഇപ്പോൾ 1000 rupees ആക്കി അവർ. ഡോട്ട് ആൻഡ് കീയുടെ ക്ലെൻസിങ് ബാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഇത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഒരു ക്ലെൻസിങ് ബാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്തൊരു ക്യൂട്ടാണ് നോക്ക്, തൊപ്പി വെച്ചിട്ട് ഇങ്ങനെ ഒരാളിരിക്കുന്ന പോലെ. ഡോട്ട് കീയുടെ പാക്കേജ്, ഡോട്ട് കീയുടെ പ്രോഡക്റ്റ്സ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ പേഴ്സണലായിട്ട് വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടൊരു എന്താ പറയുക, മഷ്റൂം ഒക്കെ ഇങ്ങനെ ക്യാപ്പ് വെച്ചിരിക്കുന്ന പോലെ നല്ല മണം. ഞാൻ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ കൂടെ നല്ല മണം. അപ്പോൾ ഇങ്ങനെ ഒരു ലിഡൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെയാണ് ഇത്. നല്ല സ്ട്രോബെറിയുടെ മണം. സൂപ്പർ 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 സൂപ്പർ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറയാം. ഇത് എങ്ങനെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ടോ അതോ എങ്ങനെയാണെന്നോ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ പറയാം. ലാസ്റ്റ് ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. സോ ദിസ് ഈസ് ലാക്മി ഫോറെവർ മാറ്റ് കോമ്പാക്ട് പൗഡർ. ലുക്ക് അറ്റ് ദ പാക്കേജിങ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. കളർ കോമ്പിനേഷൻ നോക്കാൻ അടിപൊളിയല്ലേ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദിസ് ഓക്കെ. സോ ഇതാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് വരുന്നത്. സോ ഇഫ് യു ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു മണം. ഇതിന് ഇനി ഓപ്പൺ ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഓക്കെ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ്. നമ്മുടെ ഫൗണ്ടേഷനില്ലേ ലാക്മിയുടെ സെയിം സ്മെല്ലാണ് കേട്ടോ. ദാറ്റ്സ് ഓൾ. സോ ഇതായിരുന്നു എൻ്റെ ഒരു നൈക്ക ഷോപ്പിംഗ് ഹോൾ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാൻ ഇനിയും ബ്യൂട്ടിഫുൾ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ സീ യു സൂൺ അതർ വീഡിയോ. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.